ആരിഫ് സർ, നമ്മുടെ ഹുസൈൻ മടവൂര് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കലിമ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. മതം തിരിച്ചറിയാൻ പ്രാർത്ഥന ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന്. അതേസമയം സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാവുന്ന ഒരു കാര്യം, ഇതൊരു പ്രാർത്ഥനയാണെന്ന് തന്നെ എക്സ് മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ ചേരാനുള്ള ആദ്യ പാക്കേജ് കൂടിയാണ് അതെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ കലിമയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നു എന്നാണ്. ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ പറയുന്നു അതൊരു പ്രാർത്ഥനയാണെന്ന്. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ പറയുന്നു അത് മുസ്ലിമിൽ ചേരാനുള്ള ഒരു ആദ്യ പാക്കേജ് ആണെന്ന്. ഈ ഒരു വിഷയത്തിൽ ഈ കലിമ സംബന്ധിച്ചുള്ള ഈ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളിലുള്ള താങ്കളുടെ നിലപാട്? ഇത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു ഗതികേടാണെന്നാണ് ഞാൻ ചോദിക്കുക. കാരണം ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ട ഉസ്താദുമാർ ഇസ്ലാമിനെ കുറിച്ച് തെറ്റായിട്ട് പറയുകയും എന്നാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ എക്സ് മുസ്ലിങ്ങളുടെ വാദങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ പറയാം. അതായത് ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന സാധനം അത് പ്രാർത്ഥനയല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാറുള്ള ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ രണ്ട് അടിസ്ഥാനപരമായ സാധനങ്ങൾ പറയേണ്ടത്. അതായത് കുറേ വിശ്വാസപരമായ കാര്യങ്ങൾ, കുറേ നമ്മളുടെ ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പറയാറുള്ള 5 കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടാവും. ആ 5 പില്ലർ പറയുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ പില്ലറാണ് ഈ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ആ ഇതിൽ നമ്മൾ പറഞ്ഞത്. അതായത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് എന്ന് സ്ഥാപിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഈ തൂണുകളിൽ ഒന്നാമത്തെ തൂണ് അതാണ് ഈ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. അതായത് അള്ളാഹു ആണ് ഏകദൈവം, വേറെ ദൈവം ആരാധനയ്ക്ക് അർഹനായിട്ട് വേറെ ദൈവമൊന്നും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഈ കലിമ, ഈ ഷഹാദത്ത് കലിമ, ഇതിനെയാണ് ഈ പില്ലർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. നമ്മളിപ്പോൾ പ്രതിജ്ഞ എടുക്കുന്ന പോലെ, ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഒരു മന്ത്രിയായിട്ട് നിങ്ങൾ ചുമതല ഏൽക്കുമ്പോൾ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞ മാതിരി നിങ്ങളൊരു മുസ്ലിം ആകുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണത്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മുസ്ലിമായി മാറിക്കഴിഞ്ഞ ശേഷം, ഇന്നലെ നിങ്ങളൊരു ഹിന്ദുവോ വല്ല പട്ടാണിയൊക്കെ ആയിരിക്കും, പക്ഷേ നാളെ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഈ കലിമയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്രിസ്മസിന് ഒരു കേക്ക് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ കലിമ വരണം. അപ്പോൾ നിങ്ങൾ പറയും അത് ഷിർക്കാണ് എന്ന് വരും. അവിടെ നിങ്ങൾ ഈ പറയുന്ന ക്രിസ്മസിന് കേക്ക് മുറിക്കരുത് എന്ന് പറയുന്ന വാദം വരുന്നത് ഈ കലിമയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഓണത്തിന് ഒരു സദ്യ നിങ്ങൾ കൂട്ടുകാരും വിളിക്കുക, പാടാ നമുക്കൊരു ഓണം ഉണ്ട് കളയാമെന്ന് പറയുമ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ഉണ്ണണം എന്ന് പണ്ട് സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ കലിമ തന്നെയാണ്. കാരണം അത് ഇതിനെതിരാണ്, ഈ തൗഹീദിനെതിരാണ്, ഈ പറയുന്ന കലിമ പഠിപ്പിക്കുന്ന ആ ഉദ്ദേശത്തിനെതിരാണ്. അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്ന സാധനമാണിത്. ഇതേപോലെ നിങ്ങൾക്ക് വിഷു, ക്രിസ്മസ്, ഓണം ആഘോഷം ഏത് തന്നെയായാലും കലിമ അവിടെ വരും എന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മളിവിടെ ഇത് പറയുമ്പോൾ ഇതിലെവിടെയാണ് ഇതിനൊരു പ്രാർത്ഥനയുടെ സ്വഭാവം? ഇത് പ്രാർത്ഥനയുടെ സ്വഭാവം ഇതിനില്ല. ഇതൊരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു കള്ളത്തരാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെപ്പോഴും ഒരു സാധനം സാക്ഷ്യപ്പെടുത്തുക, നമ്മൾ കണ്ട ഒരു സംഗതിയെ, അനുഭവിച്ച ഒരു സാധനത്തെയല്ലേ നമ്മൾ സാക്ഷ്യപ്പെടുത്തുക. ആരെങ്കിലും ഇവിടെ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും ഇവിടെ ഈ പറയുന്ന അള്ളാഹുവിനെ കണ്ടു, പക്ഷെ എന്നാലും നമ്മൾ പറയും അഷ്ഹദു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് പറയുക. ഇതാണ് ഇതിലെ കള്ളത്തരം. അപ്പോൾ നമ്മൾ പറയുന്നു ഇത് പ്രാർത്ഥനയല്ല, ഇത് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിലെ ഒന്നാമത്തെ പില്ലറാണ് ഈ പറയുന്നത്. ബാക്കി പില്ലറിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ഹജ്ജിന് പോകുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ബാക്കി 4 പില്ലറുകൾ. അപ്പോൾ ഈ 4ഉം 1ഉം ഈ ഷഹാദത്ത് ഉൾപ്പെടെ 5 പില്ലറാകുമ്പോൾ ഇതിൽ ഒന്നാമത്തെ പില്ലറിനെയാണ് ഇന്ന് ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് തള്ളി പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് അതിനെ അത് അങ്ങനെ പറഞ്ഞാലല്ലാതെ ശരിയാവില്ല എന്ന് വരുമ്പോൾ അവിടെ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. ഇനി ഈ തീവ്രവാദികൾ ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് ഇസ്ലാമിൽ വല്ല മാതൃകയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നു തീവ്രവാദികൾക്ക് മതമുണ്ട്, ഈ തീവ്രവാദത്തിന് മതമുണ്ട്, ഈ മതം ഇസ്ലാമാണ്. ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തിൽ ഇതിൻ്റെ ഇരകളായിട്ട് വന്നിട്ടുള്ളത് കാഫിറുകളാണ്. അപ്പോൾ എങ്ങനെയാണ് കാഫിറുകൾ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക? ഇസ്ലാമിലെ ഖുർആനിലുള്ള ആയത്തുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു തൗബ എന്ന് പറഞ്ഞ ഒരു സൂറത്ത്, ആ സൂറത്തിനകത്തുള്ള ആയത്തുകളാണ് ഇതിൽ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ആയത്തുകൾ എന്ന് പറയാം, എന്ന് വെച്ചാൽ വേഴ്സസ് എന്ന് പറയാം. അതിലൊരു ആയത്താണ് 9:29 എന്ന് പറയുന്നത്. അതായത് തൗബയിലെ 29ാമത്തെ സൂക്തം. അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ ഈ അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കുക, ഈ മതത്തിൽ സത്യമതത്തിൽ വിശ്വസിക്കാത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്താണ് ഈ സത്യമതത്തോട് യോജിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിനോടും മുഹമ്മദ് നബിയോടും
ഇത് തന്നെയാണ് ഈ പറയുന്ന ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് കലിമ ചൊല്ലാൻ പറയുമ്പോൾ അവിടെ പരിശോധിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ ആ പറഞ്ഞ രീതിയിലുള്ള വിശ്വാസമുണ്ടോ? ഇതാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ട് അവരതിന് സമ്മതിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ വെറുതെ വിടുക. ഓക്കെ. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അതിനൊരു അന്ത്യം വേണം. അതെന്താണ് ആ അന്ത്യം? ഒന്നുകിൽ അവരെ കൊല്ലുക, ഇതാണ് ഒന്നാമത്തെ അന്ത്യം. രണ്ടാമത്തെ അന്ത്യം എന്ന് പറയുന്നത് അവർ കീഴ് ഒതുങ്ങുക എന്നുള്ളതാണ്. ആ കീഴൊതുങ്ങുമ്പോൾ അവർക്ക് വെക്കുന്ന ഒരു കാര്യമാണ് ജിസിയ കൊടുക്കണം എന്ന് പറയും. അതായത് അവർ കയ്യോടെ കീഴൊതുങ്ങി ജിസിയ കൊടുക്കുന്നവരേക്കും അവരോട് യുദ്ധം ചെയ്യുക എന്നും കൂടിയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് ഈ ഇസ്ലാമിലുള്ള. അത് ഏത് കാഫിറിൻ്റെ രാജ്യത്തേക്ക് പോയാലും ഏത് കാഫിറിൻ്റെ സ്ഥലത്തേക്ക് പോയാലും ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനായിട്ട് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയുള്ള തീവ്രവാദികൾ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത്. ഇത് തീവ്രവാദികൾ വളച്ചൊടിക്കുന്നൊന്നല്ല, ഇത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഓരോ കൂട്ടക്കൊലകൾക്ക് മുഹമ്മദ് നബി ഇറങ്ങിത്തിരിക്കുമ്പോഴും ഉപയോഗിച്ചത് ഇതേ സാധനമാണ്. ബനു ഖുറൈദ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഖന്തക് ആയിക്കോട്ടെ, ഖൈബർ ആയിക്കോട്ടെ, ഏത് തരം ഇതുപോലെ ഗോത്രങ്ങളെ കൊള്ളയടിക്കാൻ പോയി യുദ്ധമെന്ന് അവർ വിളിക്കുമെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ ചെയ്തിട്ടുള്ളത് ഇതേ സാധനം തന്നെയാണ്. അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടിക്കുന്നു, കൊല്ലുന്നു, അവരെ ചെറുത്ത് നിൽക്കുന്ന ആളുകളെ കൊന്നു വീഴ്ത്തുന്നു, ചെറുത്ത് നിൽക്കാത്ത ആളുകളെ മതം മാറ്റുന്നു, കുറേ പേരെ അടിമകളാക്കുന്നു, കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഇസ്ലാമിലൊരു ഇൻസ്ട്രക്ഷനാണ്. ഇത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ച് മാതൃകയുള്ള സംഗതിയാണ്. ഇതാണ് തീവ്രവാദികൾ ചെയ്യുന്നത്. യസീദികളൊക്കെ എന്താണ് ഐസിസ് ചെയ്തത്? അത് തന്നെയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളൂ. ഈ നമ്മളുടെ പലസ്തീനിലേക്ക് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെന്താ ചെയ്തത്? ആ പിടിച്ചുകൊണ്ട് വരുന്നത്, ആ അറ്റാക്ക് അവരെ കൊണ്ടുവന്ന് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. അവിടെ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ മുഹമ്മദ് നബി ചെയ്യാത്ത, ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത എന്ത് കാര്യമാണ് ഈ തീവ്രവാദികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കണം. ഇത് ചോദിക്കുന്നിടത്ത് മാത്രമാണ് ഇതിലേക്കൊരു സംഭാഷണം നമുക്ക് സാധ്യമാവുള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ കാണുന്നതാണ്, അങ്ങനെയൊന്നും പറയരുത്, അത് മുഹമ്മദ് നബിയെ തൊട്ട് കളിച്ചാൽ കളി മാറും എന്ന് പറഞ്ഞ് മുങ്ങുന്നതാണ് കാണുക. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെ നേരിടാൻ, ആ ചോദ്യത്തെ ഫേസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ ഇതിനകത്തൊരു കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ചീട്ട് കൊട്ടാരുണ്ട്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ഈ മുഹമ്മദ് നബിയുടെ മുകളിൽ. ആ ഒരു സാധനമാണ് ഇതിൽ പലപ്പോഴും നമുക്ക് വിനയായിട്ട് വരുന്നത്. അപ്പോൾ തീവ്രവാദികളെ എതിർക്കുന്ന സമയത്ത് ഇത് നമ്മൾ പച്ചയ്ക്ക് പറയുമ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റണം. കലിമയെ മുണ്ടുപൊക്കി നോക്കിയത് എന്തിനാണ്? മുണ്ടുപൊക്കി നോക്കിയിട്ട് പോലും രോമ വളർച്ച നോക്കിയിട്ട് കുട്ടികളെ തല വെട്ടിയ ആ ചരിത്രം അത് ഇസ്ലാമിലുണ്ട്. മുഹമ്മദ് നബി നേരിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇത് ഇസ്ലാമിൽ അന്നോ ഇന്നും നിലനിൽക്കുന്ന സാധനമാണ്. ഇനിയിപ്പോൾ ഗസ്വാ ഹിന്ദ്, ഇതും ഇസ്ലാമിലുള്ളതല്ലേ. ഈ ഇന്ത്യയെ പിടിക്കുന്ന ആളുകളും ഈസാ നബിയോടൊപ്പം യുദ്ധം ചെയ്യുന്ന ആളുകളും അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ഹദീസിലുള്ളതാണ്. അത് ഇന്നും ഒരു സ്വപ്നമായിട്ട്, ഗസ്വായ് ഹിന്ദ് സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പാകിസ്ഥാനുള്ള വലിയ ഒരു സമൂഹം, ബംഗ്ലാദേശിലുള്ള വലിയൊരു സമൂഹം, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ലക്ഷ്യമാണ്. മറ്റ് പല തീവ്രവാദികൾക്കും ഇത് ഒരു വലിയ ലക്ഷ്യമാണ്. ഞാൻ പല തീവ്രവാദികളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഈ എക്സ് തീവ്രവാദികളോട്. അതായത് കോവിഡ് വന്ന സമയത്ത് അവർ ഇന്ത്യയിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ ഇവിടെ ലോക്കായി പോയ പല തീവ്രവാദികളും പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഇത്തരം വാദങ്ങളൊക്കെ കണ്ട് അവർ മതം വിടുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അന്ന് എന്നെ കൊല്ലണം തല്ലണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ പിന്നെ നമ്മളോട് വന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. അവർ നമ്മളോട് പറഞ്ഞിട്ട്, ഇവിടെ സാധാരണ പറയാറുള്ള മാതിരി ഈ റിക്രൂട്ടിങ്ങും പരിപാടിയും റിക്രൂട്ടിങ്ങൊന്നും അല്ല, ഇത് പോകണമെന്നൊരു വിശ്വാസി വിചാരിച്ച പോകാനുള്ള എല്ലാ വഴിയും ഇവിടെ ഉണ്ട്. അത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദത്തിനെ നമ്മൾ നേരിടുന്ന ഒരു നില ഇവിടെ ഉണ്ടാകണം. അതിലേർപ്പെട്ടിട്ടുള്ള ആളുകളെ, അതിനുവേണ്ടി സിമ്പതൈസ് ചെയ്യുന്ന ആളുകൾ, അതിനു വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുന്ന ആളുകളെ കണ്ടെത്താനും അവരെ റാഡിക്കലൈസ് ചെയ്യാനും അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയാലല്ലാതെ ഈ തീവ്രവാദത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഹുസൈൻ മടവൂർ വന്നിട്ട് ഇതേപോലെ പറയുമ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ നല്ലത് എന്താണ്, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടാണെങ്കിലും അതല്ല ഉദ്ദേശിക്കണമെന്ന് പറയുമ്പോഴും അതൊരു റിഫോമിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ കാണാം. ചില ചോദ്യങ്ങൾ, ഹാർഡ് ഹിറ്റിംഗ് ക്വസ്റ്റ്യൻസ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളിടത്ത് അതൊരു ഒരു നല്ല കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നു. പക്ഷേ വളച്ചൊടിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നിടത്ത് അവിടെ ആണ് നമ്മുടെ പ്രശ്നം. അത് പറ്റില്ല. സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള പരിപാടി ഒന്നും നമ്മൾ സമ്മതിക്കില്ല. അതിന് എക്സ് മുസ്ലിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. തീർച്ചയായും ഈ ഒരു ഹുസൈൻ മടവൂരിന്റെ ഒരു പ്രസ്താവന അതൊരു മതം വെളുപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയാണെന്ന് ആരിഫ് സാറ് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന ഒരു മുസ്ലിമിന്റെ ഇസ്ലാം സമുദായത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് അതെന്നാണ്. ഇത് ഈ രീതിയിൽ അല്ല എങ്കിൽ ഒരു ജനിച്ച ഉടനെ ഒരു ന്യൂ ബോൺ ബേബിയുടെ ചെവിയിൽ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കേണ്ട കാര്യം എന്താണ്? അതിന് ഇസ്ലാം മതം അത്രയും പവിത്രതയോടെ കാണുന്ന ഒന്നായതുകൊണ്ടല്ലേ?
ഒന്നാമത്തെ കാര്യം വീണ്ടും അദ്ദേഹം ഒരു ഇത് പറയണത്, ജനിച്ച ഉടനെ വീണുന്ന ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്കാണ് കൊടുക്കാറുള്ളത്. ഈ ഷഹാദത്ത് കലിമയല്ല. നമ്മളൊക്കെ ശീലിച്ച് വന്നിട്ടുള്ളത്, നമ്മളോട് ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ബാങ്ക് കൊടുക്കണം എന്നാണ് പറയാറുള്ളത്. ഷഹാദത്ത് കലിമ അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ബേസിക് ആയിട്ടൊരു കുട്ടി ജനിച്ചു വീണ ഉടനെ അവൻ എത്രത്തോളം ഈ ലാംഗ്വേജ് പെർസെപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പടച്ചോൻ ഇത് പറഞ്ഞു നോക്കുക. ഇത്രയ്ക്ക് മണ്ടനാണ് ആർട്ടിസ്റ്റ് പടച്ചോൻ നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് ജനിച്ചു വീണ കുട്ടിക്ക് എങ്ങനെയാണ് ഭാഷ മനസ്സിലാവുക? അവനോട് അറബിയിൽ, മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെയാണ് അറബി പറഞ്ഞാൽ മനസ്സിലാവാൻ പോകുന്നത്. ഈ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അറബിയിലല്ലേ? ഇതെങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവാൻ പോണത്? ആരിഫ് സാർ, എനിക്ക് മതത്തിന്റെ ഒരു നിയമവശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പാലിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഈ ഹുസൈൻ മടവൂർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് കലിമ റിലേറ്റഡ് ആയിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ എടുക്കുന്നു എന്നറിയുന്നത്. അദ്ദേഹം ഒരു പക്ഷേ ജനിച്ച ഉടനെ കുട്ടിയുടെ ചെവിയിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ബ്രാഹ്മൺ ഇതിലാണെങ്കിൽ ഒരു കുട്ടികൾ കുറച്ച് വളരുമ്പം ഉപനയനം നടത്തുന്നു അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കാറുണ്ട്. അത് ആ കുട്ടിക്ക് സംസ്കൃതവും ഒരു എന്താ പറയാ മലയാളവും അറിയുന്നതുകൊണ്ടല്ല. അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ അവർ എന്ത് ചൊല്ലിക്കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ മുക്കുന്നു, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ഖലിമ ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നത് അത് അവന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാവണം എന്നില്ല. ഇവൻ ഇത് മനസ്സിലാക്കി അതിന്റെ ഒരു അർത്ഥം കണ്ടെത്തി ജീവിക്കണം എന്ന് കരുതിയിട്ടാവില്ല. അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം കൂടിയാണ്. തീർച്ചയായിട്ടും അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതി ഇതുപോലെ ഒരു ഉപയോഗം അതിനുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, ഇതിപ്പോൾ നമ്മളിപ്പോൾ പഹൽഗാമിൻ്റെ കാര്യം പറയുമ്പോഴല്ലേ ഈ പ്രശ്നം. മക്ക വിജയത്തിൻ്റെ സമയത്ത് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആ ഒരു ശത്രുവായിട്ടുണ്ടായിരുന്ന ആളുടെ നേർക്ക് വാള് ചൂണ്ടിയിട്ട് ചോദിച്ച സാധനമുണ്ട്, മര്യാദയ്ക്ക് ഷഹാദത്ത് പറയടാന്നാണ് പറഞ്ഞത്, കലിമ ചല്ലടാന്നാണ് ഈ പറയുന്ന അബൂ സുഫിയാനോടും പറഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു കലിമയുടെ ആദ്യത്തെ പാർട്ട് ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നോട്ട് ഓക്കെ എന്നാണ് പറഞ്ഞത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓക്കെ, അതിപ്പോൾ അല്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനമാണ്. ഈ പറയുന്ന സാധനമൊക്കെ അന്നും അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അന്ന് അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് എന്നാൽ പോര് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. കാരണം അബൂ സുഫിയാൻ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവ് അന്നുണ്ടായിരുന്നു, അത് ശത്രുപക്ഷത്താണ് നിന്നിരുന്നത്. അപ്പോൾ കൂടെ കൂട്ടുക എന്നുള്ളത് മുഹമ്മദ് നബിയുടെ വലിയ ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് കലിമയിൽ വെള്ളം ചേർത്തിട്ടാണ് മുഹമ്മദ് നബി ഈ പറയുന്ന അബൂ സുഫിയാനെ കൂടെ നിർത്തിയത്. അപ്പോൾ അന്നും ചോദിച്ചത് കലിമ തന്നെയാണ്. അപ്പൊ ഈ കലിമ എന്താണ് അവിടെ ചോദിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും കൂടി വേണ്ടിയിട്ട് മാത്രമല്ല. അവിടെ അത് ഒരു പ്രഖ്യാപനമാണ്, ഒരു സാക്ഷ്യപ്പെടുത്തലാണ്, ആ ഒരു ആക്സെപ്റ്റ്, ആ ഒരു അലീജിയൻസ് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്യമാണത്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള റിയൽ ലൈഫ് അല്ലെങ്കിൽ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില അപ്ലിക്കേഷൻസ് ഉണ്ട് ഈ പറയുന്ന മതത്തിൽ. അത് കുട്ടി ജനിക്കുമ്പോൾ ചെവിയിൽ ഓതുന്ന ഒരു സാധനമാണ് എന്നതുകൊണ്ട് തീവ്രവാദികൾ അത് ഉപയോഗിക്കുമ്പോൾ അത് ഷഹാദത്ത് കലിമയുടെ ഒറിജിനൽ പർപ്പസിൽ നിന്നും അത് മാറുന്നില്ല. അതിനും അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ പള്ളയിൽ കയറ്റാൻ വേണ്ടി മാത്രമല്ലല്ലോ കത്തി ഉപയോഗിക്കുന്നത്, മാങ്ങ ചെത്താനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് കത്തി വളരെ നല്ലൊരു സാധനം ആവുന്നില്ലല്ലോ മാങ്ങ ചെത്തുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞ മാതിരി കലിമ ചെവിയിൽ ഓതുന്ന സാധനം മാത്രമല്ല, അത് ഇതേപോലെ തീവ്രവാദികൾ നിങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർവൈവൽ ഒരു സാധനമാണത്. അതായത് നിങ്ങൾക്ക് ജീവൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കലിമയല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുക. ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഇവർ വെച്ച മുദ്രാവാക്യം റലീവ് ചലീവ് യ ഗലീവ് എന്ന് പറയുമ്പോൾ അതിൽ അവർ പറഞ്ഞെന്താണ്? ഒന്നുകിൽ മതം ഇതിലേക്ക് വരിക, അല്ലെങ്കിൽ നാട് വിട്ട് ഓടുക, അല്ലെങ്കിൽ ചത്തോ എന്ന് പറയുമ്പോൾ അവിടെയും അവർ മുന്നോട്ട് വെച്ചത് ഈ കലിമ തന്നെയല്ലേ. അപ്പോൾ ഈ കലിമ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു വലിയ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പറയാതെ എങ്ങനെയാ ഇത് മുന്നോട്ട് പോവുക? ഇത് പറയേണ്ടടുത്ത് ഇത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അതൊന്നും അധികം നാളൊന്നും വെളുപ്പിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ എക്സ് മുസ്ലിംസിൻ്റെ റെലവൻസ് സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇല്ലാരെന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കും ഈ സമൂഹത്തെ അറിയാം? ഈ തെറ്റായ ആശയങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളത് പറഞ്ഞ് നടക്കുക ഒരു അവസ്ഥയുണ്ടാവും. നമ്മളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദമൊന്നും ഇത്രയും വളരില്ലായിരുന്നും കൂടിയാണ് ഞാൻ വിചാരിക്കുക. കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് കുറേ കൂടി ബോധം വെച്ചാണ്. ഈ ബോധമുള്ള മുസ്ലിം ഉണ്ടെങ്കിൽ തീവ്രവാദം ഇവിടെ വളരില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മുസ്ലിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഭയങ്കര നന്മയാണ്, ബാക്കിയുള്ളവർ പറയുന്നത് നുണയാണ് എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾ വിശ്വസിക്കും. കാരണം അത് ഒന്നാമത് അറബിയിലാണ്, ഇത് വായിച്ചൊന്നും മനസ്സിലാവില്ല.
അപ്പോൾ ഇത് തർജിമയുണ്ട്, തർജിമയിൽ ഇന്നതാണ് എഴുതിയിരിക്കുന്നത്. തർജിമയിലൊക്കെ കള്ളത്തരങ്ങൾ കൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അറബിയിലുള്ള വാക്ക് അത് മലയാളത്തിൽ പറഞ്ഞ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ എഴുതുന്നത് അപകടമാണെന്ന് മനസ്സിലാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആ വാക്കിൻ്റെ അർത്ഥം അവർ മെല്ലെ അങ്ങ് മാറ്റും, അല്ലെങ്കിൽ ആ അർത്ഥം കൊടുക്കില്ല. ഇതെല്ലാം നമ്മൾ കൈയോടെ പിടിച്ചിട്ടുള്ളതാണ്. പച്ച തെറി വിളിക്കുന്ന വാക്കുകളൊക്കെ അറബിയിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള അർത്ഥം വരുമ്പോൾ ആ വാക്കങ്ങ് വിഴുങ്ങുകയാണ്. ഇതൊക്കെ മുഹമ്മദ് നബി പറഞ്ഞ സാധനങ്ങളാണ് ഈ അറബിയിലുള്ളത്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലേക്കും വരുമ്പോൾ ഇല്ല. അപ്പോൾ നമ്മളൊരു മലയാളി പോയിട്ട് അത് വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ ഇതിനെന്താ കുഴപ്പമെന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഇതൊരു അറബി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം പിടികിട്ടുക. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അറബി അറിയാം? അപ്പോൾ ഈ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഈ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് കാലങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചില ഉസ്താദുമാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, ഈ തർജ്ജമ വന്നതാണ് നമ്മൾ അവസരം ഇവിടെ കളഞ്ഞത്, നമ്മളുടെ ജീവിതം കുഴപ്പത്തിലാക്കി, കുട്ടിച്ചോറാക്കിയത് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത്ര നാളും അവരിത് അറബിയിൽ ഉള്ള സാധനം അറബിയിൽ ഓതി, മലയാളത്തിൽ അവർക്ക് സൗകര്യമുള്ളത് പറഞ്ഞ്, എന്നിട്ട് നാട്ടുകാരെ പറ്റിച്ച് മുട്ടടിച്ച് നടന്നിരുന്ന ആളുകൾക്ക് ഇന്ന് ആ പണി നടക്കുന്നില്ല. കാരണം എന്താ, ഇന്ന് നാട്ടുകാർക്ക് ഉസ്താദുമാരെക്കാൾ കൂടുതൽ അറബിയും മലയാളമൊക്കെ മനസ്സിലാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഈ ട്രാൻസ്ലേഷൻ ഓപ്ഷൻസും ഉള്ളതും വന്നപ്പോൾ ഇതങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നിക്കാഹ് എന്ന് പറയുന്ന ഒരു വാക്ക്, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും. നിക്കാഹ് എന്ന് പറയുമ്പോൾ അതെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പവിത്രമായ സാധനം. ഞാൻ എൻ്റെ മകളുടെ നിക്കാഹിന് പോവാണ്, അടുത്ത ആഴ്ച എൻ്റെ മകളുടെ നിക്കാഹാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് വലിയ സംഭവമാണ്. നിങ്ങൾക്ക് അറബികളുടെ മുഖത്ത് നോക്കിയിട്ട് അടുത്ത ആഴ്ച എൻ്റെ മകളുടെ നിക്കാഹാണെന്ന് പറയാൻ പറ്റുമോ? അവർ നിങ്ങളെ കളിയാക്കും. കാരണം അവർ ഈ വാക്ക് ഉപയോഗിക്കുന്നത് വേറെ ഉദ്ദേശത്തിനാണ്. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അറബിയിലുള്ള സാധനം നമ്മളിവിടെ പറയുമ്പോൾ അതെന്തോ വലിയ സംഭവമായിട്ട് വരും. മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എഫ് വേർഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണോ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അതേപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാകാതെയാണ് ഇവിടെ നിക്കാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഈ ലാംഗ്വേജ് ബാരിയറാണ് അതിൻ്റെ വിഷയം. ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് പറയുമ്പോൾ ഉസ്താദുമാർക്ക് പിടിക്കില്ല, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് ഈ ഒരു ഇത്തരത്തിലുള്ള കലിമയെ വെളുപ്പിക്കുന്നു, ഇസ്ലാമിനെ വെളുപ്പിക്കുന്നു, ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഹിന്ദു മതത്തിലെ ഒരു സാധനം, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇലക്ഷൻ പ്രചരണ വേളയിൽ നമ്മളുടെ സുരേഷ് ഗോപി ഹിന്ദു മതത്തിൻ്റെ കിതാബിലുള്ള ഏതോ ഒരു സാധനം പറഞ്ഞു, ഉടനെ തന്നെ പറഞ്ഞു, കണ്ടില്ലേ ഹിന്ദു മതത്തിൻ്റെ സാധനങ്ങളൊക്കെ പറയുന്നു, ആള് വളരെ ഒരു തീവ്രമായ ഹിന്ദുത്വ സാധനമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ കിതാബിലുള്ളൊരു സാധനം പറയുമ്പോൾ അയാൾ തീവ്രവാദിയാകുന്നു. അതിന് അവർ പറയുന്ന കാരണം, ആ പറഞ്ഞതിൽ ചിലപ്പോൾ നന്മയുണ്ടാവും, പക്ഷെ അതിന് മുകളിലുള്ളത് വായിക്കും, അത് ബ്രാഹ്മണനെ കുറിച്ച്, അതിൻ്റെ താഴെയുള്ളത് വായിക്കും, അത് കീഴാളനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ഇതേ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നത്, ഇവിടെ നിങ്ങളുടെ അയൽക്കാരനോട് നിങ്ങൾ വളരെ മാന്യമായിട്ട് പെരുമാറണമെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതാപൻ MP നിന്ന് സംസാരിക്കുകയാണ്. ഇതേ അയൽക്കാരനോട് ഇസ്ലാം പറയുന്ന മറ്റൊരു സാധനമുണ്ട്, അയൽക്കാരൻ കാഫിറാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് മുസ്ലിം ആക്കണം. ഇത് പറയില്ല. ഇതേ അയൽക്കാരൻ അവൻ്റെ വീട്ടിലെ വെളിച്ചം അത് മുസ്ലിമിന് ഹറാമാണ് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട്, അത് ഇവർ പറയില്ല. ഇതേ അയൽക്കാരൻ നിങ്ങളുടെ എതിരെ വരുമ്പോൾ അവൻ ക്രിസ്ത്യാനിയോ ജൂതനോ ആണെന്നുണ്ടെങ്കിൽ അവന് വഴി ഇടുക്കി കൊടുക്കണം, അവന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കണം, അത് ഇവർ പറയില്ല. നിങ്ങളുടെ അയൽക്കാരൻ അമുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവനോട് പരുഷമായിട്ട് പെരുമാറണം, അവനോട് നിരന്തരം യുദ്ധം ചെയ്യണം. ഇത് ഇസ്ലാമിൽ ഇതേ ഖുർആനിൽ എഴുതി വെച്ച സാധനം ഇവർ മിണ്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിലെ വാദങ്ങൾ അത് നിങ്ങൾക്ക് സൗകര്യം പോലെ അലുവ പോലെ മുറിച്ചെടുക്കുന്നത് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അതിലൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഹിന്ദു മതത്തിലെടുത്ത ആകെ പ്രശ്നമാണ്. അപ്പം നമ്മൾ പറയുന്നത് ഈ മതത്തിലെ സാധനങ്ങൾ എടുക്കുന്ന പരിപാടി നിർത്തുക, എല്ലാ മതവും കണക്കാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? അത് ഒരു മതത്തിൽ മാത്രം പ്രശ്നം, ഇസ്ലാമിലെല്ലാം നല്ലതാണെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഇസ്ലാമിലുള്ളതും മറ്റുള്ള മതങ്ങളിലുള്ളതും നിങ്ങൾ തൂക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുഴപ്പം ഇസ്ലാമിലുള്ളതാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് തീവ്രവാദം പോലുള്ള സാധനങ്ങൾ, കാഫിറിനെ കൊല്ലണം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഇന്നും പ്രാവർത്തികമാക്കുന്ന ഒരു നിലയും കൂടി ഉള്ളപ്പോൾ അത് നമ്മൾ എടുത്ത് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഈ മതത്തിലെ കിതാബിനെ കൂട്ടുപിടിക്കുന്ന പരിപാടി നിർത്തുക, എന്നിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ആളുകളായിട്ട് മാറുക എന്നതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഈ വെളുപ്പിക്കുന്ന ശ്രമമൊക്കെ നിർത്തിവെക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ കയ്യോടെ പിടികൂടപ്പെടുന്ന ഒരു കാലമാണ് എന്നുള്ളത്. ഏത് കൊച്ചുകുട്ടിക്കും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾ പറയുന്ന ഏത് മണ്ടത്തരവും ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഈ കലിമ എന്താണെന്ന് വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ പോരെ. 5 pillars ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന സാധനമാണ്. അതിനെയാണ് പിടിച്ചിട്ട് പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. ഇത് പ്രാർത്ഥനയല്ല. അബൂ സുഫിയാൻ്റെ നെഞ്ചത്ത് വാള് വെച്ചിട്ട് ചൊല്ലിച്ച അതേ സാധനം തന്നെയാണ് പഹൽഗാമിൽ ആ കാഫിറുകളുടെ മേത്തേക്ക് തോക്ക് ചൂണ്ടി പറഞ്ഞത്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, അന്ന് വാള്, ഇന്ന് തോക്ക്.
ചോദിച്ചത് ഒരേ സാധനം തന്നെയാണ്, കലിമ തന്നെയാണ്. അപ്പോൾ അത് വെളുപ്പിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം. അതിപ്പോൾ ഏത് വലിയ കൊടിയ മുന്തിയ ഉസ്താദുമാരായാലും ഇപ്പം ഇന്ന് ഇതാണ് അവസ്ഥ, ഒന്നുകിൽ കിതാബ് തള്ളും അല്ലെങ്കിൽ ഇതേപോലെ വെളുപ്പിക്കുക, അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേറെ 5 പൈസയുടെ വഴി വേറെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദു മതത്തെ പഠിച്ച് അതിനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഈ ഇസ്ലാമിനെയും പഠിച്ച് നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ, അതിലെ കുഴപ്പങ്ങൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അത് മുസ്ലിങ്ങൾക്ക് അത് എത്തിക്കാനുള്ള വഴിയും കൂടി ഉണ്ടായാൽ മുസ്ലിങ്ങളെ തീവ്രവാദത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ഡീസെൻസിറ്റൈസേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഇനിയും നടക്കേണ്ടത്. യെസ്, എന്തായാലും ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ ഖലിമ ഒരു പ്രാർത്ഥനയാണെന്ന് പറയുമ്പോൾ, ആരിഫ് ഹുസൈൻ സാറിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകർ, എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അതൊരു പ്രാർത്ഥനയല്ല, അതൊരു മുസ്ലിമിൽ ചേരാനുള്ള ഒരു പാക്കേജ് മാത്രമാണ് എന്ന രീതിയിലേക്ക് പറയുകയാണ്. മാത്രമല്ല മതം വെളുപ്പിക്കാനുള്ള ഒരു ടൂണ് കൂടിയാണ് ഖലിമ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.